ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ വേണം നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഏകദേശം നമുക്ക് യോക്ക് പോർഷനിലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു 1/2 മീറ്റർ മതിയാകും. താഴേക്കായിട്ട് പ്ലെയിൻ നെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് താഴെ സാറ്റിൻ ക്ലോത്തും. ഈ 2 ക്ലോത്തും ഞാൻ 1 മീറ്റർ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുട്ടികളുടെ അളവിനനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സാറ്റിൻ ക്ലോത്താണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 13 ഇഞ്ചാണ് ഞാനിതിനെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു 2 ഇഞ്ചോളം കൂട്ടിയിട്ടിട്ടാണ് ഞാൻ നെറ്റിൻ്റെ ഈ ഫാബ്രിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫാബ്രിക്കിന് ഒരുപാട് വീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ 4 പീസാക്കിയിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്തിട്ട് ഫ്രിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. മുകളിൽ കാണുന്നത് ഫ്രണ്ട് ഭാഗവും താഴെ കാണുന്നത് ബാക്ക് സൈഡുമാണ്. അപ്പോൾ ബാക്ക് സൈഡ് ഞാൻ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്കും 5 ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് ഞാൻ മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. അപ്പം നമുക്കതിന് സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെയും ഇതുപോലെ തന്നെ 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും ആം ഹോൾ ഒരേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. പിന്നെ കഴുത്തിൻ്റെ അകലം ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഷോൾഡറിന് സ്ലോപ്പ് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കുട്ടികൾക്കായതുകൊണ്ട് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കഴുത്തിൻ്റെ ഇറക്കം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാനൊരു 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് വേണ്ട ഇറക്കം എനിക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂടെ ആഡ് ചെയ്ത് ഞാൻ 11 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു വി നെക്കാണ് ചെയ്യുന്നത്. ഞാൻ 5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം.
ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലും നെക്കൊക്കെ സ്റ്റിച്ചിങ് ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടത്തി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഈ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് കാണില്ല. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ. ഇനി സൈഡ് കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ബാക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സാറ്റിൻ ക്ലോത്തിനെ ഇതുപോലെ ഫ്രിൽ ചെയ്ത് എടുക്കാം. നെറ്റിൻ്റെ ക്ലോത്തും ഇതുപോലെ തന്നെ ഫ്രിൽ ചെയ്ത് എടുക്കാം. ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് യോക്ക് പോർഷനായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ. ഇപ്പോൾ ഇതിൻ്റെ സിബൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നല്ല സൈഡ് രണ്ടും ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വെച്ച് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ലേസോ അല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബോയോ ഒക്കെ നമുക്ക് വെച്ച് കൂടുതൽ ഭംഗിയാക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല ഐഡിയാസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.